സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ലോട്ടറി. വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുറയാൻ സാധ്യതയെന്ന് വിദഗ്ധർ. പശ്ചിമേഷ്യയിലെ യുദ്ധം കടുക്കുന്നതോടെയാണ് സ്വർണ്ണ വിപണി ഉലയ്ക്കുന്നത്. സ്വർണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇന്ന് നല്ല വാർത്തയാണ്. ഇന്നും സ്വർണ്ണവില കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിലും സന്തോഷം തരുന്നതാണ് വരും ദിവസങ്ങളിൽ വീണ്ടും സ്വർണ്ണവില കുറയുമെന്ന വാർത്ത. എന്തായാലും ഇന്നലെ വൈകിട്ട് വില താഴ്ന്നതിന് പിന്നാലെ ഇന്നും ഇടിവ് സംഭവിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഇടിയുമെന്ന് തന്നെയാണ് വിദഗ്ധർ നൽകുന്ന സൂചന. ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണല്ലോ ഇന്ന് വ്യാപാരം നടക്കുന്നത്. ഇറാൻ വീണ്ടും യുഎഇയിൽ ആക്രമണം നടത്തിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇതുതന്നെയാണ് സ്വർണ്ണവിലയിൽ കൂടുതൽ ഇടിവ് സംഭവിച്ചത്. ഡോളർ സൂചിക 98.52 എന്ന നിരക്കിലെത്തിയിട്ടുണ്ട്. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം 95.36 എന്ന നിരക്കിലേക്ക് ഇടിയുകയും ചെയ്തു. ആഗോള വിപണിയിൽ സ്വർണ്ണവില $4,535 എന്ന നിരക്കിലാണ്. ഈ മൂന്ന് കാര്യങ്ങൾ തന്നെയാണ് കേരളത്തിലെ സ്വർണ്ണവില നിശ്ചയിക്കുന്ന വേളയിൽ ജ്വല്ലറി വ്യാപാരികളും പരിഗണിക്കാറുള്ളത്. അതേസമയം പശ്ചിമേഷ്യൻ യുദ്ധം അവസാനിക്കുന്നു എന്നായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് വരെ കരുതിയത്. എന്നാൽ അമേരിക്കയും ഇറാനും തമ്മിൽ കൊമ്പ് കോർത്തിരിക്കുകയാണിപ്പോൾ. ഇതിനുള്ള തിരിച്ചടി ഇറാൻ നൽകിയത് UAEയിലേക്കായിരുന്നു. ഫുജൈറയിലെ ആക്രമണ ശ്രമം. മിസൈൽ ആക്രമണം ഫുജൈറ എണ്ണ കേന്ദ്രം ലക്ഷ്യമിട്ടായിരുന്നു. ഇതോടെ ഗൾഫിൽ വീണ്ടും ആശങ്ക പരക്കുകയാണ്. ഹോർമുസ് പാത തുറക്കാതിരിക്കുകയും എണ്ണ വ്യാപാരം തടസ്സപ്പെടുകയും ചെയ്താൽ ക്രൂഡ് ഓയിൽ വിലയും കൂടും. ഇന്ന് ബ്രന്റ് ക്രൂഡ് ബാരലിന് $113 ആയിട്ടുണ്ട്. ക്രൂഡ് വില കൂടുമ്പോൾ കൂടുതൽ ഡോളർ ആവശ്യമായി വരും. ഡോളർ മൂല്യം ഉയരാൻ ഇതിനിടയാക്കും. മറ്റ് കറൻസികളുടെ മൂല്യവും ഇടിയും. ഇതോടെ മറ്റ് കറൻസികൾ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലും കുറയും. ആവശ്യക്കാർ കുറയുന്നതോടെ സ്വർണ്ണവില താഴും. ഇതുതന്നെയാണ് ക്രൂഡ് സ്വർണ്ണ വിപണിയിലും സംഭവിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അന്താരാഷ്ട്ര സ്വർണ്ണവില 2% ഇടിഞ്ഞത്. വെള്ളി വിലയും താഴ്ന്ന നിലയിലായിരുന്നു. ഇന്ത്യയിലെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ സ്വർണം കുറഞ്ഞപ്പോഴും വെള്ളി താരതമ്യേന മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. വരും ദിവസങ്ങളിൽ US ഇറാൻ സാഹചര്യങ്ങൾ, ക്രൂഡ് ഓയിൽ വിലകൾ, ആഗോള മാക്രോ ഇക്കണോമിക് ഡാറ്റ എന്നിവയെല്ലാം വ്യാപാരികൾ നിരീക്ഷിക്കുന്നുമുണ്ട്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.